അയ്യോ, എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ വെളിയിൽ ഇറങ്ങി കുറേ നേരം നിന്ന്. നല്ല മൂവിയായിരുന്നു. അതിൻ്റെ വിങ്ങൽ ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് നിൽക്കുമായിരിക്കും. ആ നോവൽ വായിച്ചാൽ അതുകൊണ്ടാണ് സിനിമ കാണാൻ വന്നത്. ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ ഈ പടം. കാരണം ആ ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അത് കൊള്ളും. മാക്സിമം നോവലിന് ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട് ബ്ലസ്സി. കരുവാറ്റ ശ്രീമാറിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കും. നല്ല പടമാണ്. കൊള്ളാം. കരുവാറ്റ ശ്രീമാറിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കും. പടം കൊള്ളാം. ഒരു സർവൈവൽ മൂവി. കാസ്റ്റവേക്ക് അവാർഡ് കൊടുക്കാമെങ്കിൽ ഇതിനും കൊടുക്കാം. ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമില്ല, കൊള്ളാം. നല്ല സൂപ്പർ പടം. നല്ല സിനിമ. ഇല്ല, ബുക്കുണ്ട്, വായിച്ചിട്ടില്ല, വായിക്കണം. നന്നായിട്ടുണ്ട് പടം. കൊള്ളാം. നല്ല മൂവിയായിരുന്നു. നന്നായിട്ടിരുന്നു. നല്ല മേക്കിങ്. അടിപൊളി, കുഴപ്പമില്ല, നല്ല മൂവി. ഞാൻ ഈ നോവൽ വായിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഒറിജിനൽ ഒരു രക്ഷയില്ല. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ നോവൽ വായിച്ചായിരുന്നു, അതുകൊണ്ട് കാണാൻ ഇത്തിരി കൂടെ ഒരു ഫീലുണ്ടായിരുന്നു. എൻ്റെ പൊന്നുമോനെ, അമ്മ സഹിക്കൂല. അയ്യോ, എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ വെളിയിൽ ഇറങ്ങി കുറേ നേരം നിന്ന്. നല്ല മൂവിയായിരുന്നു. അതിൻ്റെ വിങ്ങൽ ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് നിൽക്കുമായിരിക്കും. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അത് വല്ലാത്ത വിങ്ങലാണ്. നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ആ ടെൻഷൻ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അവർ സഹിച്ച് അധികം ഡയലോഗോ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ആ ഒരു എത്താൻ പറ്റുമോ എന്നുള്ള ആ ഒരു രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലും ഒരു വിങ്ങലായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു ബ്ലസ്സി ചിത്രം ഇപ്പോൾ നമുക്ക് ബ്ലസ്സിയുടെ വേറെ പടങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും തന്മാത്ര പോലത്തെ നമുക്ക് ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ ഈ പടം. കാരണം ആ ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അത് കൊള്ളും. പിന്നെ കാണാൻ അത്രയും എന്താ പറയുക, ഒരാളുടെ റിയൽ ലൈഫ് സ്റ്റോറി അത് കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര, പിന്നെ അത്ര അടിപൊളിയായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടർ. ശരിക്കും പറഞ്ഞാൽ ആക്ട് ചെയ്യാണെന്ന് തോന്നിയില്ല, ഭയങ്കരമായിട്ട് ജീവിക്കുന്ന പോലെ. മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിനും ശരിക്കും പറഞ്ഞാൽ ഒരു അത്രയും ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് തന്നെ കൊടുക്കണം. കാരണം അത്ര നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. നോവലിലെ പോലെ തന്നെ ചില കാര്യങ്ങൾ മാത്രമേ, പക്ഷെ മാക്സിമം നോവലിന് ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട് ബ്ലസ്സി. പിന്നെ ഓരോ ഫ്രെയിംസ് ആണെങ്കിലും സുനിൽ കേസാണ് സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ലൈക്ക് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത്. പിന്നെ ഓരോ ട്രാൻസിഷൻസ്, ഇതിൽ വരുന്ന ട്രാൻസിഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ AR റഹ്മാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മ്യൂസിക് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും കാണാനുണ്ട്. എന്താ പറയുക, ലാസ്റ്റ് പെയ്ഡ് ഓഫ് ആയിന്ന് അറിയില്ല നമ്മൾ. അതുപോലെ എല്ലാ എഫേർട്സ് എല്ലാം ഇതിനു വേണ്ടിയിട്ടതെല്ലാം വെറുതെ ആയിട്ടില്ല ഒന്നും. പിന്നെ എല്ലാ ആക്ടേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹക്കീം എന്ന് പറഞ്ഞൊരു റോൾ ചെയ്ത് ആള് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആഫ്രിക്കൻ ഉണ്ട് സിനിമയിൽ, ആള് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, ദൈവത്തിനെ പറ്റിയുള്ള കുറേ ഇത് എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ പൊതുവെ മിഡിൽ ഈസ്റ്റിലെ ആൾക്കാരെ പറ്റിയുള്ള ഒരു ക്യാരക്ടറൈസേഷനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടു. അതെ, ഭയങ്കര ലൈക്ക് അതെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും കാണാൻ പറ്റില്ല. അത്ര ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കും. ലിറ്ററലി ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ ക്രെഡിറ്റ്സ് ഫുള്ള് കണ്ടിട്ടാണ് ഇറങ്ങിയത്. കാരണം നമ്മളിങ്ങനെ നിൽക്കാണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇനി ഞങ്ങൾ ഈ പടം കാണില്ല. കാരണം നെഞ്ചിൽ ശരിക്കും ഒരു വിങ്ങൽ പോലെ. ആസ് യൂഷ്വൽ ബ്ലസ്സി ചിത്രങ്ങൾ പോലെ തന്നെ തന്മാത്ര, കാഴ്ച ഒക്കെ പോലത്തെ പടം തന്നെ. ഇനി ഭയങ്കര പറ്റില്ല കാണാൻ. അങ്ങനെ നമുക്കൊരു പ്രാവശ്യം കണ്ട് ഇങ്ങനെ ആണ്. നല്ല സിനിമയായിരുന്നു, കൊള്ളാം. നോവല് ശരിക്കും വായിച്ചിട്ടില്ല, ഞാൻ അനിയത്തി വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും ടച്ചിങ് ആയിട്ട് തോന്നി. ശരിക്കും ടച്ചിങ് ആയിരുന്നു, ഇമോഷണലായിപ്പോയി. നല്ല സിനിമ. ആ നോവൽ വായിച്ചാൽ അതുകൊണ്ടാണ് സിനിമ കാണാൻ വന്നത്.